സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കണ്ണൂർ പഴയങ്ങാടി ചെമ്പലിക്കുണ്ടിൽ കുഞ്ഞുമായി പുഴയിൽ ചാടി ജീവനൊടുക്കിയ റീമയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഭർത്താവിനെതിരെയും ഭർത്തൃമാതാവിനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് റീമ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ബൈജു, നമ്മൾ നേരത്തെ സംസാരിച്ചതായിരുന്നു. കാരണം ഇതുപോലെ ഭർത്തൃ വീട്ടിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന യുവതികൾ ഒടുവിലത് ആത്മഹത്യയിൽ കലാശിക്കുന്ന സംഭവങ്ങളാണ്. ഇവിടെ കൂട്ട ആത്മഹത്യയാണ് ഉണ്ടായത്. റീമ 1.5 വയസ്സുള്ള കുഞ്ഞുമായി പുഴയിൽ ചാടി ജീവനൊടുക്കുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ ഭർത്താവിനെതിരെയും ഭർത്തൃമാതാവിനെതിരെയും കൃത്യമായ ആരോപണങ്ങളുണ്ട്. പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തുടർച്ചയായി ഇത്തരം വാർത്തകളാണ് വരുന്നത്. അതിൽ ഏറ്റവും ഒടുവിലെത്തതാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും വരുന്ന സങ്കടകരമായ റീമയുടെയും അവരുടെ കുഞ്ഞിന്റെയും വാർത്ത. അത്തരത്തിൽ ആത്മഹത്യ ചെയ്ത ആ ഒരു സംഭവം. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഈ വാട്സാപ്പ് സന്ദേശം കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഈ റീമ തന്റെ ശബ്ദത്തിൽ തന്നെ പറയുന്നത് തന്റെയും കുഞ്ഞിന്റെയും മരണത്തിന് ഉത്തരവാദി ഭർത്താവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അമ്മയുമാണെന്ന് വാട്സാപ്പ് സന്ദേശമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. അതുകൂടാതെ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ PSC പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിൽ എഴുതിയ ഇത്തരത്തിലുള്ള ആത്മഹത്യാ കുറിപ്പ് കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതിലും വളരെ സങ്കടകരമായ കാര്യങ്ങളാണ് അവർ വിവരിക്കുന്നത്. അതായത് വിവാഹം കഴിഞ്ഞത് മുതൽ ഭർത്തൃമാതാവ് ഒരിക്കലും തനിക്ക് സമാധാനം നൽകിയിട്ടില്ല എന്നാണ് റീമ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. തന്നെയും കുട്ടിയെയും അമ്മയുടെ വാക്ക് കേട്ട് ഭർത്താവ് കമൽരാജ് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. മകനെ അവർക്ക് വേണമെന്ന സമ്മർദ്ദം സഹിക്കാൻ പറ്റിയില്ല. തന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ നീതി ലഭിക്കില്ല എന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. കൊന്നാലും ചത്താലും നിയമം കുറ്റം ചെയ്തവർക്കൊപ്പമെന്നാണ് ഇതിൽ റീമ പരാമർശിച്ചിരിക്കുന്നത്. സ്വന്തം കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അമ്മ ജയിക്കണമെന്ന വാശി കൊണ്ടാണ് ഭർത്താവ് കുഞ്ഞിനെ ആവശ്യപ്പെടുന്നതെന്നും ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. എന്തായാലും ഭർത്തൃമാതാവ് എപ്പോഴും ഇവരെ വഴക്കു പറയുമെന്നും ഇതിൽ പറയുന്നുണ്ട്. തന്നെയും ഭർത്താവിനെയും തമ്മിൽ തല്ലിക്കുമെന്ന് എന്ന ഒരു പരാമർശം കൂടിയുണ്ട്. എന്തായാലും ഭർത്താവുമായി അകന്ന് റീമ സ്വന്തം വീട്ടിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താമസിച്ചു വന്നിരുന്നത്. ഈ അടുത്തില വയലപ്ര സ്വദേശിയാണ് ഇവർ റീന. 3 വയസ്സുള്ള മകൻ കൃഷിവിരാജ് എന്നിവരെയാണ് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ ചാടി ഇവർ ആത്മഹത്യ ചെയ്തത്. രാവിലെ 8:30യോടെയാണ് ഇത്തരത്തിൽ റീമയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. റെയിൽവേ പാലത്തിന് താഴെ ഒരു പുഴയോട് ചേർന്നുള്ള കണ്ടൽക്കാടിനിടയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. എന്നാൽ സംഭവത്തിൽ പഴയങ്ങാടി പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്തി വരുന്നുണ്ട്. ഈ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങളും അതുപോലെ തന്നെ വാട്സാപ്പ് സന്ദേശങ്ങളും അതൊക്കെ കൃത്യമായി പരിശോധിച്ച് പോലീസ് അതിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. ഇതിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ഇവരുടെ സഹോദരി രമ്യയുടെ ഭർത്താവും നേരത്തെ രംഗത്തെത്തിയിരുന്നു. പോലീസ് ഏതായാലും ഇവർക്കെതിരെ കേസെടുക്കുന്ന നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വാർത്തയാണ് കണ്ണൂരിൽ നിന്നും ഇപ്പോൾ വരുന്നത്. ടോം, ബൈജു, ഇവർക്കെതിരെ ഈ ഭർത്തൃമാതാവിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തുന്ന രീതിയിലുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കേണ്ടതാണ്. മാത്രമല്ല, ഈ രീതിയിൽ തുടർച്ചയായി ഭർത്തൃമാതാവിൻ്റെ ഭാഗത്തു നിന്ന് പീഡനങ്ങൾ ഏറ്റിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഗാർഹിക പീഡനത്തിനടക്കം കേസെടുക്കേണ്ടതല്ലേ? പോലീസ് ഈ വിഷയത്തിൽ പോലീസ് സ്വീകരിച്ച നിലപാട് എന്താണെന്ന് കൂടി അറിയേണ്ടതുണ്ട്. ടോമെ, തീർച്ചയായും ഗാർഹിക പീഡന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് ഇതിൽ കേസ് എടുക്കുന്നത്. അത്തരത്തിലുള്ള നടപടികളാണ് പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രധാനമായും ഈ കത്തിൽ പരാമർശിച്ചിട്ടുള്ള അങ്ങേയറ്റം സങ്കടകരമായ കാര്യങ്ങൾ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പല സംഭവങ്ങൾക്കും ഈ ഭർത്തൃ വീട്ടിലെ പ്രശ്നങ്ങളും ഭർത്താവിന്റെ പ്രശ്നങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യ വരുന്നതെന്നാണ്. അതേ രീതിയിൽ സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കണ്ണൂരിലെ ഈ സംഭവമുള്ളത്. ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഒപ്പം നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീട്ടിൽ നിന്നുള്ള നിരന്തരം ഇത്തരത്തിലുള്ള ഈ മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഇതൊക്കെയാണ് ഇവരുടെ ഈ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ളത്. എന്തായാലും ഇവരുടെ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ വീട്ടിൽ നിന്നും അകന്ന് സ്വന്തം വീട്ടിൽ കഴിയുകയായിരുന്നു ഇവർ. ഇതിനിടയിലാണ് ഈ കുഞ്ഞിനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ നിരന്തരം ഇവരെ ശല്യപ്പെടുത്തിയത്. ആ ഒരു കുഞ്ഞിനെ വിട്ടുകൊടുക്കുന്നത് പ്രധാനമായും ഇവർ ഈ കത്തിൽ ആത്മഹത്യക്കുറിപ്പിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട്. കുഞ്ഞിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അമ്മ ജയിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മകനെ ആവശ്യപ്പെടുന്നതെന്നാണ്. അത്തരത്തിൽ അവരുടെ ആത്മഹത്യക്കുറിപ്പ് നോക്കിയാൽ തന്നെ കൃത്യമായി അവർക്ക് കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ നിന്നും അനുഭവിച്ച പീഡനമൊക്കെ അതിൽ കൃത്യമായി അവർ മാനസികമായ പീഡനമൊക്കെ ഇതിൽ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് കൂടുതൽ വകുപ്പുകൾ ഇതിൽ ഉൾപ്പെടുത്തും. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. അത്തരത്തിൽ കൂടുതൽ വകുപ്പുകൾ കൂടി ചുമത്താനുള്ള ഒരു ഒരുക്കത്തിലാണ് പോലീസ് ഉള്ളത്. പോലീസ് ഇതിന്റെ അന്വേഷണം ഇപ്പോഴും ആരംഭിച്ചിട്ടുണ്ട് കൂടുതലായി.
വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിൽ ഒരിടം.